ഉഴുന്ന് വേണ്ട, മാവ് റെസ്റ്റ് ചെയ്യണ്ട. ഇതാ വെറും 2 മിനിറ്റിൽ നല്ല അടിപൊളി മൊരിഞ്ഞ ഗോതമ്പ് ദോശ നമുക്ക് റെഡിയാക്കാം. കണ്ടല്ലോ അതിൻ്റെ ഒരു പെർഫെക്റ്റ്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇന്ന് നമ്മൾ നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ടുള്ള കടലക്കറി കൂടി കാണിക്കുന്നുണ്ട്. ദോശയുടെ മൊഞ്ച് കണ്ടല്ലോ, കഴിക്കാനും ഉഗ്രനാണ്. ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തിരിക്കുകയാണെങ്കിൽ ഇതുപോലെ ചെയ്തോളൂ. പരത്താനും കുഴക്കാനൊന്നും നിൽക്കണ്ട. 2 മിനിറ്റിൽ പരിപാടി കഴിയും. അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു ബൗളെടുത്ത് അതിലോട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയും അതേ സെയിം കപ്പിന് തന്നെ ഏകദേശം കാൽ കപ്പ്, അരല്ല കേട്ടോ, 1/4 കപ്പോളം റവ ചേർത്തിട്ടുണ്ട്. റവയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇതിലോട്ട് നമ്മൾ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ ഇതൊന്ന് കലക്കിയെടുക്കുന്നത്. ചില ഗോതമ്പ് പൊടിക്ക് ഇച്ചിരി വെള്ളം കൂടുതൽ വേണ്ടി വരും, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് ദോശയൊക്കെ പൊതുവെ എല്ലാവരും പറയും ഒട്ടിപ്പിടിക്കും, ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഇല്ലാന്ന് കേട്ടോ. അത് ഉണ്ടാക്കുന്ന രീതി ശരിയല്ലാത്തതുകൊണ്ടാണ്. ഇതിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളും റെഡിയാക്കി നോക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റോട് കൂടി നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ എന്നാൽ നമ്മൾ റവയും ഗോതമ്പ് പൊടിയൊക്കെ ചേർത്ത് 1.5 കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. ചെറിയ ചെറിയ കട്ടയൊക്കെ കുത്തി നിൽപ്പുണ്ടാവും, അതിനൊന്നും ആരും ടെൻഷൻ ആവണ്ട. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് ചേർത്തിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാനുള്ളതാണ്. സിമ്പിളാണ് കേട്ടോ. ഒരൊറ്റ തവണ ഗോതമ്പ് ദോശ ഇതുപോലെ റെഡിയാക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ചപ്പാത്തിയുടെ മാവ് കുഴക്കാനും പരത്താനും ചുടാനൊന്നും നിൽക്കില്ല. ഇത് തന്നെ റെഡിയാക്കുള്ളൂ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും. നമ്മളിതാ മിക്സിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ജാറിലോട്ടുണ്ടല്ലോ ഇച്ചിരി വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് അതും കൂടി ഒഴിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ആരും മറക്കരുത്. അത്രയും സിമ്പിൾ റെസിപ്പി അല്ലേ, അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടച്ചു കൊടുക്കട്ടോ. ആ ഒരു ടൈം കൊണ്ട് ഈ ഒരു ദോശയിലോട്ട് എന്താണോ നമ്മൾ കറിയോ അതല്ലെങ്കിൽ ചമ്മന്തിയോ ചട്നിയോ എന്താ റെഡിയാക്കുന്നത് വെച്ചാൽ അത് ആദ്യം ഒന്ന് റെഡിയാക്കി വെക്കാം. ഈ ഒരു ദോശ നല്ല ചൂടോടുകൂടി മുരിഞ്ഞ് കഴിക്കാനാട്ടോ ഒന്നുകൂടി ടേസ്റ്റ്. അപ്പോൾ ഇന്ന് ഞാനിത് അവിടെ ഒരു 1/2 കപ്പോളം നമ്മൾ ചുവന്ന കടല വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം സിമ്പിളാണ് കേട്ടോ ഈ ഒരു കറി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു ദോശയ്ക്കായാലും ചപ്പാത്തി, പൊറോട്ട, നൈസ് പത്തിരിക്കൊക്കെ പറ്റിയൊരു സൂപ്പർ കോംബോ ആണ്. അപ്പം നമ്മളിതിലോട്ടൊരു നുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഒരു 7 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഒരു 7 വിസിലൊക്കെ വന്നെങ്കിൽ നല്ല രീതിയിൽ വെന്ത് കിട്ടുള്ളൂ. അത് വേവുന്ന സമയം കൊണ്ട് ഇതിലോട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാം. പാൻ ചൂടാക്കി അതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അതിലോട്ട് ഒരു പട്ട, 1-2 ഏലക്ക, 1-2 ഗ്രാമ്പൂ, അതുപോലെ തന്നെ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമ്മളിതിലോട്ട് ഒരു വല്യുള്ളി കേട്ടോ, അത്യാവശ്യം വലിയൊരു വല്യുള്ളിയാണ്, അതിതുപോലെ കനം കുറച്ചെറിഞ്ഞത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ഒരു ബ്രൗൺ കളർ ആവണം കേട്ടോ, അപ്പോഴാണ് നമ്മൾ കറി നല്ല ടേസ്റ്റി ആവുള്ളൂ. സിമ്പിൾ കടലക്കറിയാണ് കേട്ടോ. എന്നും ഒരുപോലെ റെഡിയാക്കാതെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. കൂടെ നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്തിട്ടുണ്ട്. കുറഞ്ഞ തീയിൽ വെച്ചിട്ട് അതങ്ങനെ വഴറ്റിയെടുക്കാം. നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഇനി നമ്മൾ ഒത്തിരി ഒന്ന് ബ്രൗൺ കളർ ആയിക്കോട്ടെ കേട്ടോ, ഒന്ന് ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ കുറച്ച് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കടല നമ്മൾ എത്രത്തോളമാണ് എടുത്തത് അതിനനുസരിച്ച് വേണം നമ്മൾ തേങ്ങ ചേർക്കാനായിട്ട്. ഏകദേശം ഞാനെടുത്ത കടല എന്ന് പറയുന്നത് ഒരു 1/2 കപ്പ് കണ്ടല്ലോ, അത്യാവശ്യം കൂടുതലുണ്ട്. നമുക്ക് കുറച്ച് തേങ്ങ മതി കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് ഒന്ന് വറുത്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് ഒന്ന് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി കേട്ടോ. നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക്. ഒരൊറ്റ തവണ ഇതൊന്ന് റെഡിയാക്കി നോക്കണേ. ഗോതമ്പ് ദോശയുടെ കൂടെ മാത്രമല്ല എല്ലാത്തിനും പറ്റും കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ തേങ്ങയൊക്കെ ജസ്റ്റ് ഒന്ന് കളറ് മാറി ഇങ്ങനെ വരുന്നുണ്ട്.
ഈ ഒരു സമയത്തുണ്ടല്ലോ ഇതിലോട്ട് നമ്മൾ ഈ ഒരു കറിക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കൂടി മിക്സാക്കി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഗരം മസാല കേട്ടോ. നമ്മൾ ഓൾറെഡി ഏലക്ക, പട്ട, ഗ്രാമ്പൊക്കെ ഫസ്റ്റ് ടൈം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കൂടി പോകണ്ട, ഇച്ചിരി മതി. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കേട്ടോ. എല്ലാം കൂടി ജസ്റ്റ് അതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. കൂടെ നമുക്ക് ഒരു തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ അളവ് കൂടിപ്പോയാൽ നമ്മുടെ കറിക്ക് ചെറിയ രീതിയിലൊരു പുളിരസം ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, തക്കാളി ഒത്തിരി ഒന്നും വേണ്ട. വലിയ തക്കാളിയാണെങ്കിൽ ഒരു പീസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. തക്കാളിയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടണം കേട്ടോ. അപ്പോൾ ഈ ചൂടിൻ്റെ ആവിയൊക്കെ കയറിയിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ഉടഞ്ഞോളും. ഞാനങ്ങനെ ഒത്തിരി മസാലപ്പൊടികളും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. കണ്ടല്ലോ, ഇതാ നന്നായിട്ടൊന്ന് ചൂടാക്കി തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മിക്സിയുടെ ജാറിലോട്ട് അങ്ങ് മാറ്റിയിട്ട് ഒരിച്ചിരി വെള്ളം ചേർത്തിട്ട് നല്ല മഷി പോലെ അങ്ങ് അരച്ചെടുക്കണം. ഇനി അതേ പാനിലോട്ട് തന്നെ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ്. അതിലോട്ടൊരു 3 അല്ലി ചെറിയുള്ളി, നമ്മുടെ ചുവന്നുള്ളി കേട്ടോ ചേർത്തിട്ടുള്ളത്. ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും 1-2 തണ്ട് കറിവേപ്പിൻ്റെയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. മൂത്ത് വന്ന ഈ ഒരു കൂട്ടിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ കൂട്ട് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളം ചേർത്തിട്ട് ചെയ്യരുത്. നമ്മൾ ഈ ഒരു കടലക്കറി നല്ലൊരു തിക്കാണ് കേട്ടോ, നല്ലൊരു കുറുകിയ ചാറാണ്. ഒത്തിരി ലൂസായി പോയ ടേസ്റ്റ് കിട്ടൂല. ഇതുപോലെ കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടല ചേർക്കാം. ഇപ്പോൾ ഉണ്ടല്ലോ, ഉപ്പ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. കുറച്ച് സമയം ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് തിക്കാക്കി എടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ മറക്കല്ലേ. നല്ല രുചിയാണ് ഈ ഒരു കറി. ഒരൊറ്റ തവണ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ചിലർ കടുകും കറിവേപ്പിനും വെച്ച് താളിക്കും. നമ്മൾ ഈ ഒരു മലപ്പുറം ഭാഗത്തൊക്കെ നമ്മൾ ചെറിയുള്ളിയാണ് കേട്ടോ എടുക്കാറ്. എനിക്കൊന്നുകൂടി ടേസ്റ്റ് തോന്നിയതും ചെറിയുള്ളി വെച്ചിട്ട് ഇങ്ങനെ താളിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ മാവ് ഇത് സെറ്റായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഒരു നുള്ള് ബേക്കിംഗ് സോഡ, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാരയോടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പഞ്ചസാര ചേർക്കുന്നത് നമ്മുടെ ദോശയുണ്ടല്ലോ നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും നല്ലൊരു മൊരിച്ചിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ദോശയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ അത്യാവശ്യം വലിയൊരു നോൺ സ്റ്റിക്ക് പാൻ തന്നെ വെച്ചിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇതിലാവുമ്പോഴേ വലിയ രീതിയിൽ നമുക്ക് വലിയ വലിയ ദോശകൾ റെഡിയാക്കാം. ഓരോ തവി ഒഴിച്ച് കൊടുക്കുക, കനം കുറച്ച് അങ്ങ് പരത്തിയെടുക്കുക. ചില ചട്ടിയിൽ തീ കൂടിപ്പോയാൽ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. നമുക്കിതുപോലെ നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ ചട്ടി നല്ല കട്ടിയുള്ള ചൂടൊക്കെ നല്ല കട്ടിയുള്ള ചട്ടിയാണെങ്കിൽ ഇനിയിപ്പോൾ തീ കൂടിപ്പോയാലും നല്ല രീതിയിൽ പരത്തിയെടുക്കാം. ചില ചട്ടിയിൽ തീ കൂടിപ്പോയാൽ പരത്താൻ കഴിയില്ല. അപ്പോൾ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പരത്താം. അതുപോലെ ഇത് നമുക്ക് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെളിച്ചെണ്ണയോ നെയ്യോ ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ ദോശയ്ക്ക് നല്ല രുചിയായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പ്ലെയിൻ ആയിട്ടും ഇത് റെഡിയാക്കാം കേട്ടോ. ഞാനിവിടെ നെയ്യാണ് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നെയ്യ് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല സ്മെല്ലാണ്. നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു ദോശയ്ക്ക്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നെയ്യോ എണ്ണയോ ഒന്നും തൊടണ്ട എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ടും ഇത് ചുട്ടെടുക്കാം. നന്നായിട്ടൊന്ന് മുരിഞ്ഞിങ്ങനെ വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററൊക്കെ ചെറിയ രീതിയിൽ ബ്രൗൺ ആയിട്ട് മാറി നല്ല രീതിയിൽ നമുക്ക് മുരിഞ്ഞ് കിട്ടും കേട്ടോ. കണ്ടല്ലോ, ചട്ടിയിലൊന്നും ഒട്ടിപ്പിടിക്കൂല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. പലരുടെയും പരാതി എന്ന് പറയുന്നത് ചട്ടിയിൽ ഒട്ടിപ്പിടിക്കുക, കഷ്ണം മുറിഞ്ഞു പോവുക. നിങ്ങൾ റവയും നമ്മൾ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തിട്ട് ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നല്ല പെർഫെക്ഷനോട് കൂടിയിട്ട് തന്നെ കിട്ടും. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കണ ആ ഒരു പണി ഇതിനില്ലല്ലോ, സിമ്പിളല്ലേ പരിപാടി. അപ്പോൾ നമ്മൾ ഓരോന്നും ഇതുപോലെ മുരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഷുഗർ പേഷ്യൻസൊക്കെ ആണെങ്കിൽ ഷുഗറൊക്കെ ഒന്ന് നമ്മൾ പഞ്ചസാര ഇതിൽ ഇച്ചിരി ചേർക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കട്ടോ.
പഞ്ചസാര ഒഴിച്ച് ചേർത്താൽ ടേസ്റ്റുമാണ്, ഒപ്പം തന്നെ നന്നായിട്ട് ചുവന്ന കളറായിട്ട് കിട്ടും ദോശ. മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല കനം കുറച്ച് തന്നെ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത് റെഡിയാക്കണേ. കണ്ടല്ലോ, സെൻറ്ററിലൊക്കെ നമ്മൾ ഉഴുന്ന് ചേർത്ത് റെഡിയാക്കുന്ന ദോശയെ പോലെ നല്ല രീതിയിൽ പ്ലഫി ആയിട്ട് ഹോളുകളൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഇച്ചിരി നെയ്യൊക്കെ ഇതിന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് നെയ്തൊരു കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ശരീരത്തിന് ഇച്ചിരി നെയ്യൊക്കെ ഇടയ്ക്കൊക്കെ കിട്ടണം. അപ്പോൾ ഒരുപാടൊന്നുമില്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ആ ഒരു നെയ്യിലൊക്കെ കടന്നിട്ട് ഇങ്ങനെ മുരിയുമ്പോൾ നല്ലൊരു സ്മെല്ല് വരാനുണ്ട്. ഓരോന്നും നമുക്കിതാ ഇതുപോലെ അങ്ങ് ചുട്ടെടുക്കാം. ചട്ടകൊന്നും വേണമെന്നില്ല കേട്ടോ, കൈ കൊണ്ട് തൊട്ടാൽ തന്നെ പോരും. കണ്ടോ, അങ്ങനെ നമ്മുടെ തിക്ക് കടലക്കറി റെഡിയായി. കടലക്കറി തന്നെ വേണമെന്നില്ല, നമ്മൾ ചുട്ടരച്ച മുളക് ചമ്മന്തി, ചട്നി, തക്കാളി ചട്നി ഒക്കെ എടുക്കട്ടോ ഈ ഒരു ദോശയിലോട്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ കടലക്കറി നല്ല രുചിയുണ്ട് ഈ ഒരു കറിക്ക്. ഈ ഒരു ദോശയും കൂടെ സൂപ്പർ കോംബോ ആണ്. കറിയുടെ ആ ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ, ഒരുപാട് ചാറായിട്ടല്ല കേട്ടോ നമ്മൾ റെഡിയാക്കി. അങ്ങനെ നമ്മുടെ ദോശയൊക്കെ ഇവിടെ റെഡിയായി. കണ്ടോ, നന്നായിട്ട് മുരിഞ്ഞ് ഹോളൊക്കെ എടുത്ത് സൂപ്പറായി സെറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യം കറി റെഡിയാക്കുക, എന്നിട്ട് ദോശ ചുട്ട് തുടങ്ങിയാൽ മതി കേട്ടോ. അതൊരു ചെറിയൊരു ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോഴാണ് നമുക്ക് കറി മുറാറിന് കടിച്ച് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമെങ്കിൽ എല്ലാവരും നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരും കേട്ടോ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു സിമ്പിൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ദോശ ഇഷ്ടമില്ലാത്ത ആരാലും ഉള്ളത്, പക്ഷേ ഗോതമ്പ് ദോശ റെഡിയാക്കുമ്പോൾ എല്ലാവർക്കും പരാതിയാണ്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കാൻ പറ്റും. നല്ല സൂപ്പർ കറിയും അതുപോലെ തന്നെ ദോശയും ഒക്കെ റെഡിയായി. രാവിലക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ്ങിൽ ചപ്പാത്തിക്ക് പകരമായിട്ടൊക്കെ നമുക്കിത് റെഡിയാക്കാം. ഒശിപ്പൊന്നും തോന്നൂല കേട്ടോ, വയറ് നിറച്ച് കഴിച്ചോളും. നമ്മുടെ ദോശയും നമ്മുടെ തിക്ക് കടലക്കറിയും റെഡി ആയിട്ടുണ്ട്. നിങ്ങളെന്തായാലും ചെയ്ത് നോക്കൂലേ? ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഒന്നും പറയാനില്ല കേട്ടോ, സൂപ്പറാണ്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കാനും ആരും മറക്കരുത്. നന്നായിട്ട് മുരിഞ്ഞ് ഇട്ടാട്ടോ നിൽക്കുന്നത്. ചെറു ചൂടോടെ കഴിക്കാനാണ് ഒന്നുകൂടി ടേസ്റ്റ്. നന്നായിട്ട് തണുത്ത് പോയാൽ ഇതിങ്ങനെ കുഴഞ്ഞ് നിൽക്കും കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ ഇഷ്ടം. ചിലർക്ക് നന്നായിട്ട് മുരിഞ്ഞിരിക്കണം, ചിലർക്ക് നന്നായിട്ട് ഇങ്ങനെ സോഫ്റ്റായി കുഴഞ്ഞ പോലെ ഇരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുത്തോളൂ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.